ലോകത്ത് എവിടെ ഒരു ബിൽഡിംഗ് പണിഞ്ഞാലും ആ പണിയുന്ന അന്ന് മുതൽ വീടിൻ്റെ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഓരോ ദിക്കിലും മൊത്തത്തിൽ നമുക്ക് 8 ദിക്കുള്ള ഒരു ബ്രഹ്മസ്ഥാനമായിട്ടാണല്ലോ ഉള്ളത്. ഓരോ ദിക്കിലും 2 നമ്പറുകളുടെ ഒരു കോമ്പിനേഷൻ വരും. അതിനെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഒരിക്കൽ വന്ന് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് അവിടെ നിന്ന് മാറൂല. മാറണം എന്നുണ്ടെങ്കിൽ അടുത്തൊരു പീരീഡിൽ ഇതിന്റെ 1/3 ഈ ബിൽഡിംഗ് പൊളിച്ചു പണിയണം, അല്ലെങ്കിൽ 1/3 കൂടെ ഇതിലൂടെ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിന്റെ ആ ഒരു മറ്റേ അടുത്ത പീരീഡിലേക്ക് അത് കൺവെർട്ട് ആവും. അപ്പൊ ഇത് നമുക്ക് ഒരു നല്ല കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഫെങ്ഷുയി വിദഗ്ധന് ഇത് വീട് പോയി അല്ലെങ്കിൽ ബിൽഡിംഗ് പോയി കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കാൻ പറ്റും. ആ നമ്പർ വെച്ചിട്ട് ഓരോ റൂമിന്റെയും ഓരോ ദിക്കിന്റെയും കൃത്യമായിട്ടുള്ള ഫലങ്ങൾ പറയാൻ പറ്റും. ഒരു 2-5 കോമ്പിനേഷൻ ആണ് നമ്മളുടെ എൻട്രൻസ് എന്നുണ്ടെങ്കിൽ ആ വീട് അവർ ചെന്ന് കയറിയ അന്ന് മുതൽ നഷ്ടത്തിലായിരിക്കും. അവർ എന്തില് തൊട്ടാലും പിടിച്ചാലും എല്ലാം നഷ്ടത്തിലായിരിക്കും. കേട്ടിട്ടില്ലേ ചിലർ പറയുന്നത് ഈ വീട്ടിൽ കയറി അന്ന് മുതൽ നഷ്ടമല്ലാതെ വേറൊന്നും ബാക്കിയില്ല എന്ന് പറയുന്നത്? അത് ഈ ഒരു കോമ്പിനേഷൻ മൂലവും ഉണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഫ്ലൈങ് സ്റ്റാറിൽ ഈ ഒരു കോമ്പിനേഷൻ അവരുടെ എൻട്രൻസിൽ വന്നാൽ ഉണ്ടാവാം. അടുത്തത് ഒരു 5-2 കോമ്പിനേഷൻ ആണ് അവരുടെ എൻട്രൻസ് എന്ന് കരുതുക. അപ്പൊ അത്തരം വീട്ടുകാർ പറയും ഈ വീട്ടിൽ വന്ന് കയറിയ നാള് മുതൽ ആശുപത്രി ഒഴിഞ്ഞൊരു ദിവസമില്ല, എല്ലാ ദിവസവും ഹോസ്പിറ്റലാണ്, ഒന്ന് മാറി അസുഖങ്ങളാണെന്ന് പറയും. ഓരോ പ്രശ്നങ്ങളും പോകുന്ന വഴി മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ടോട്ടൽ ലോസിലേക്ക് പോകുന്ന ഒരു സ്റ്റാറിനെ പറ്റി നമ്മൾ പറഞ്ഞു, ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രത്തെ പറ്റി പറയും. 9-7 എന്ന് പറഞ്ഞിട്ടൊരു കോമ്പിനേഷൻ, 9-7 കോമ്പിനേഷൻ, അതാണ് ഈ വ്യക്തിയുടെ വീട്ടിന്റെ എൻട്രൻസിൽ നിൽക്കുന്ന സ്റ്റാർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവര് പറയും ഇവിടെ നിന്ന് ആർക്ക് 10 പൈസ കൊടുത്താലും എനിക്ക് ഇന്ന് വരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പൊ തരാന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയവനും തന്നിട്ടില്ല. മോന്റെ ജോലിക്കാര്യത്തിനായിട്ട് പൈസ കൊടുത്തു, കിട്ടിയില്ല. ഒരു വിവാഹ കാര്യത്തിനായിട്ട് പൈസ കൊടുത്തു, കിട്ടിയില്ല. ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഒന്നും പറഞ്ഞിട്ട് എന്റെ പൈസ വാങ്ങിച്ചോണ്ട് കിട്ടിയില്ല. പല രീതിയിലും മറ്റുള്ളവർ പറ്റിക്കും.